എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാളാണ്. ശവ്വാൽ പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചതോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് പ്രമുഖ മതപണ്ഡിതർ നേതൃത്വം നൽകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്റു റമളാന് വിട. ഇനി ആഘോഷത്തിന്റെ ചെറിയ പെരുന്നാൾ. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മൈലാഞ്ചി മുഞ്ചും അത്തറിന്റെ ഗന്ധവും പുത്തൻ പുടവകളുമായി വിശ്വാസികൾ പെരുന്നാൾ നിറവിലാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി പ്രിയപ്പെട്ടവരെ സൽക്കരിക്കുന്നതിന്റെയും സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന്റെയും നാൾ കൂടിയാണ് പെരുന്നാൾ. വ്രതശുദ്ധിയിലൂടെ ആർജിച്ചെടുത്ത നന്മയും ക്ഷമയും നഷ്ടപ്പെടാതെ വേണം ആഘോഷങ്ങളെന്ന് മതപണ്ഡിതർ ഉപദേശിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ നോമ്പ് എന്നുള്ളത് നല്ല ഉഷ്ണമുള്ള ഒരു നോമ്പായിരുന്നു. അതായത് 29-ന് ഇന്ന് മാസം കണ്ടു. നാളെ ചെറുപെരുന്നാളാണ്. വളരെ ആഘോഷത്തിലും സന്തോഷത്തിലും തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇനി റമദാനിൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും വിശ്വാസത്തിൽ ധൂർത്തും അനാചാരവും അതുപോലെ തന്നെ നമ്മുടെ ഈ അമിതമായ ആവേശങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് വിശ്വാസികളോട് പ്രത്യേകം പറയാനുള്ളത്. ഫിത്ർ സക്കാത്താണ് ചെറിയ പെരുന്നാളിന്റെ സവിശേഷത. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. 24 കോഴിക്കോട്. രാജ്യത്ത് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ മറ്റൊരു രാജ്യത്തിനും താഴെയാകാൻ അനുവദിക്കരുതെന്നും ഈദ് ആശംസയ്ക്കൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൂട്ടിച്ചേർത്തു. SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ. ലോകത്തെ ഇസ്ലാം മത വിശ്വാസികളെല്ലാം പെരുന്നാൾ ആഘോഷത്തിലാണ്. ഈ വേളയിൽ നമ്മളോടൊപ്പം പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചേരുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. ഉസ്താദെ, ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദുൽ ഫിത്തർ ആശംസകൾ. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി എൻ്റെ ആശംസയും സന്തോഷവും SKN ആണോ? പിന്നീട് ഈ നമ്മളെ 24-ൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രവർത്തകർക്കും അത് പ്രസിദ്ധപ്പെടുത്തുന്ന നിങ്ങൾക്കും എല്ലാം എൻ്റെയും എൻ്റെ സംഘടനയുടെയും പൂർണ്ണ ആശംസകളും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഉസ്താദിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു പെരുന്നാൾ സന്ദേശം എന്താണ്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ താല്പര്യ കൊണ്ടാണ് മറ്റെല്ലാ റഷ്യ, ചൈന അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേത് വലിയ വലിയ രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യ അത്രയും ശക്തിയുള്ള ഒരു രാജ്യമാണെന്ന് പറയാൻ കാരണം ഇവിടുത്തെ ഇന്ത്യയുടെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഈ ശബ്ദവും ഭരണാധികാരികളുടെ യോജിപ്പും എല്ലാം കൂടിയാണ്. അത് നിലനിൽക്കുന്ന വിധത്തിൽ എല്ലാവരും പ്രവർത്തിക്കണം. അല്ലാതെ ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കണമെന്നതാണോ യഥാർത്ഥത്തിൽ ഉസ്താദ് ഉദ്ദേശിച്ചത്? ഇന്ത്യയുടെ ഭരണഘടനയും അതിൻ്റെ സംവിധാനവും ജനാധിപത്യവും എല്ലാം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ രാജ്യത്തിൻ്റെ ആ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ നയം സംരക്ഷിക്കപ്പെടണം. അത് ഒരിക്കലും ഇവിടെ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത വിധം ഇവിടെ ഭരിക്കുന്ന എല്ലാവരും ചിന്തിക്കണം. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. മലപ്പുറത്തെ ഒരു വീട്ടിലെ പെരുന്നാൾ കാഴ്ചകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. കാണാം മൊഞ്ചുള്ള പെരുന്നാൾ കാഴ്ചകൾ. അല്ലാഹു അക്ബർ
മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് വിരാമം. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. നമ്മളുള്ളത് മലപ്പുറത്തെ ഒരു വീട്ടിലാണ്. ഇവിടുത്തെ മധുരമുള്ള പെരുന്നാൾ കാഴ്ചയിലേക്ക്. അപ്പം ആഘോഷം അങ്ങനെ എല്ലാവരും പൊടി പൊടിക്കുകയാണ്. അപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ഈ വീട്ടിലെ നിതീഷയാണ്. നിതീഷ, അപ്പം ആണുങ്ങളെല്ലാവരും പള്ളിക്ക് ഇറങ്ങിയിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താണ് ആഘോഷം? അതെ, ആണുങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂട്ടുകുടുംബങ്ങളും എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. ഇനി ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാണ്. എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. കുട്ടികളെല്ലാവരും കൂട്ടുകൂടും, കളിക്കും. ബാക്കി വിശേഷങ്ങൾ കാണാൻ നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ, അപ്പം ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് പോവാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആഘോഷം, പാട്ടും ബഹളവും അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് കാണാം. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെയാണ് ആഘോഷം. കാരണം പള്ളിയൊക്കെ ഇറങ്ങി വന്ന് എല്ലാവരും കൂടി, വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഈ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എവിടെ എത്തി പെരുന്നാൾ ആഘോഷം? പെരുന്നാളാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ട്രിപ്പൊക്കെ പോകാനുള്ള പരിപാടിയിൽ ആ മൂഡിൽ നിൽക്കുകയാണ്. പെരുന്നാൾ അങ്ങനെ പോകും. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആഘോഷമായിരിക്കും. സാധാരണ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പെരുന്നാൾ രാവാണല്ലോ രസം. ആ ഒരു കഥ എന്താണ്? അതെ, പെരുന്നാളിൻ്റെ തലേന്നാണ് രസം. എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കലും ഡ്രസ്സ് എടുക്കാൻ പോക്കും എല്ലാവരും ഒക്കെ ആയിട്ട് ആഘോഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ നാളത്തേക്കുള്ള ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ തലേന്നാണ് എനിക്കിഷ്ടം. ഈ ന്യൂജൻ പെരുന്നാൾ ആഘോഷം എങ്ങനെയാണ്? ന്യൂജൻ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പം എന്താ പറയുക, പെരുന്നാൾ രാവിലെ കുറേ പടകം പൊട്ടിക്കുക, ബൈക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുക, പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ട്രിപ്പ് പോവുക. ഇതാണ് നമ്മളൊരു രീതി എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ചെറിയ പെരുന്നാൾ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ ആഘോഷങ്ങളിലേക്ക് എല്ലാവരും കടക്കുകയാണ്. അപ്പോൾ നമ്മളും കൂടുതൽ പെരുന്നാൾ വിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷങ്ങളിലേക്കും കടക്കുകയാണ്. അപ്പം തൽക്കാലം നമ്മൾ ഇവിടുന്ന് ഒന്ന് വിട പറയുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ആഘോഷത്തോടെയൊപ്പം പ്രാർത്ഥനാ നിർഭരമായി പെരുന്നാളിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതർ നേതൃത്വം നൽകും. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നതോടൊപ്പം തന്നെ അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ്. അഭിജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? എങ്ങും ആഘോഷമാണ്. അഭിജിത്ത് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ എങ്ങനെ? അഭിജിത്ത്. റിജിത്ത്, കോഴിക്കോട് കടപ്പുറത്താണ് ഞാനുള്ളത്. അല്പസമയത്തിനകം തന്നെ സംയുക്ത ഈദ്ഗാഹിന് കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാകും. സന്തോഷത്തിന്റെ തക്ബീർ വിളികളോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ആത്മസമർപ്പണത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ, ത്യാഗത്തിന്റെ ഒക്കെ 29 ദിവസങ്ങളാണ് കടന്നുപോയത്. ഒടുവിൽ ഇന്നലെ ശവ്വാൽ പിറവി കണ്ടതോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവരും തന്നെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കടപ്പുറത്താണ് ഞാനുള്ളത്. സംയുക്ത ഈദ്ഗാഹ് 7:15 നിശ്ചയിച്ചിട്ടുള്ളത്. KNMന്റെ ഉപാധ്യക്ഷനും ഇസ്ലാമിക പണ്ഡിതനുമായ ഹുസൈൻ മടവൂരാണ് ഈ കോഴിക്കോട് കടപ്പുറത്തുള്ള സംയുക്ത ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ ദിവസം നമുക്കറിയാം വലിയ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ ഈ ദിവസത്തെ വരവേൽക്കുന്നത്. ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ട് തുടക്കം, അതിനുശേഷം ഈദ് നമസ്കാരമുണ്ട്. ഈദ് നമസ്കാരത്തിന് ശേഷം ഖുതുബയുണ്ട്. ഇമാം, ഓരോ പള്ളിയിലെയും ഇമാം പ്രസംഗിക്കും. പ്രഭാഷണങ്ങൾ അവിടെ എത്തിയ വിശ്വാസികൾക്ക് നൽകും. അതിനുശേഷമാണ് പരസ്പരം ആശ്ലേഷിച്ചും മധുരം പങ്കിട്ടും വിശ്വാസികൾ ഈ ദിവസത്തെ കൂടുതൽ ആഘോഷമാക്കുന്നത്.
തുടർന്ന് ബന്ധുവീടുകളിലേക്കുള്ള ചേരലാണ്, ഒത്തുചേരലാണ്, ഒത്തുകൂടലാണ്. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഈ ദിവസത്തെ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. നമുക്കറിയാം, ഒരുമയുടെ സന്ദേശമാണ് ഓരോ ചെറിയ പെരുന്നാളും നൽകുന്നത്. ഒത്തൊരുമയുടെ സന്ദേശമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് പങ്കിടുന്നതിന്റെ ദിവസമാണ് ചെറിയ പെരുന്നാൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു ദിവസത്തെ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. കോഴിക്കോട് കടപ്പുറത്തേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കുടുംബസമേതം ആൾക്കാർ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്തർ പൂശി ഈ കോഴിക്കോട് കടപ്പുറത്തെ ഒരു ജനസമുദ്രമാക്കി തീർക്കും. അതിനായി ഓരോരുത്തരും കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഏതായാലും 7:15 തന്നെ കോഴിക്കോട് കടപ്പുറത്തെ ഈദ് നിസ്കാരങ്ങൾക്ക് തുടക്കമാകും. KNMന്റെ ഉപാധ്യക്ഷനായ ഹുസൈൻ മടവൂരാണ് കോഴിക്കോട് കടപ്പുറത്തെ ഈ നിസ്കാര ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. രജിത്ത്, ശരി. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സംയുക്ത ഈദ്ഗാഹിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകാൻ പോകുന്നു. അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ ഒക്കെ പ്രതീകമായി ചെറിയ പെരുന്നാൾ എത്തുകയാണ് നമുക്ക് മുമ്പിലേക്ക്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അവിടെ വിവിധ പള്ളികളിൽ ഈദ്ഗാഹുകളിലൊക്കെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ഹരികൃഷ്ണൻ? സംസ്ഥാനമാകെ റിജിത്ത്, ഇന്ന് സംസ്ഥാനമാകെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിലാണ്. ഈ തിരുവനന്തപുരം ജില്ലയിലെ പള്ളികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ഇവിടെ ഒരുപാട് പേർ ഇത്തരത്തിൽ നമസ്കാരത്തിനായിട്ട് വരുന്നുണ്ട്. 7:15 ശേഷമാണ് ഇവിടെ ഈ നമസ്കാര സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയത്തോട് ഇപ്പോൾ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. ആളുകൾ ഓരോരുത്തരായി വരികയാണ്. ഈ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും, ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് മാത്രവുമല്ല, ഈ തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് പള്ളികൾ പ്രധാനപ്പെട്ടതായി ഈ പാളയം ജുമാ മസ്ജിദിനടുത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഈ സംയുക്ത ഈദ്ഗാഹ് നടക്കുന്നത്. അവിടെ വലിയൊരു കൂട്ടം വിശ്വാസികളാണ് എത്തുന്നത്. ഇതിനുശേഷം ഭീമാപ്പള്ളിയിലും ഈ തരത്തിലൊരു നമസ്കാര സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതും 7:15 ശേഷമാണ്. അവിടെ 7:50 തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ വിവിധ സ്ഥാനാർത്ഥികൾ വിവിധ പള്ളികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ തരത്തിലൊക്കെയും ഇന്ന് സന്ദർശിക്കും. അങ്ങനെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. 29 നോയമ്പ് പൂർത്തിയാക്കി ശവ്വാൽ മാസപ്പിറവി കണ്ടതിന് ശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശ്വാസികൾ എത്തുകയാണ്. നമസ്കാര സമയം അടുക്കുമ്പോഴേക്കും എല്ലാവരും എത്തുമെന്ന് തന്നെയാണ് ഈ കമ്മിറ്റികൾ അടക്കം പറയുന്നത്. ഇവിടെ ഈ തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിൽ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് EP അബൂബക്കറാണ്. അദ്ദേഹം ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നമസ്കാരം ചടങ്ങുകളും ഒക്കെ തുടങ്ങുന്നത്. ഈ ചുറ്റുപാടിലുള്ള ഒരു വലിയ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടിലുള്ള ഇസ്ലാം മതവിശ്വാസികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. 7:15 ശേഷം ചടങ്ങുകൾ നടക്കും. റിജിത്ത്, ശരി. ഹരികൃഷ്ണനും അഭിജിത്ത് മുഴക്കുന്നുമാണ് തത്സമയ വിവരങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് നൽകിയത്. ഈദ്ഗാഹുകളുടെ സമയത്ത് നമുക്ക് അതിലേക്ക് വരണം. അത് സജീവമാകുന്ന സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരണം. ഗൾഫിലെ കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ പെരുന്നാളിൻ്റെ നിറവിലാണ് ഗൾഫ് രാജ്യങ്ങൾ. വിവിധയിടങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മനസ്സും ശരീരവും സൃഷ്ടാവിന് സമർപ്പിച്ച് ഓരോ വിശ്വാസിയും പ്രാർത്ഥനകളിൽ മുഴുകിയ പുണ്യ റമദാന് വിട. ഗൾഫ് നാടുകളിൽ വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കും. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ റമദാൻ 30 പൂർത്തിയാക്കിയാണ് പെരുന്നാൾ വന്നെത്തിയത്. ഒമാനിൽ റമദാൻ 29 പൂർത്തിയാക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗൾഫ് നാടുകളിൽ എങ്ങുമുള്ള ആയിരക്കണക്കിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. UAEയിലെയും പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ 6:15 മുതൽ UAEയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും ആരംഭിക്കും. അറബിക്, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ UAEയിൽ പെരുന്നാൾ ഖുതുബ നടക്കും. മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും 3 ഈദ്ഗാഹുകൾ ഉണ്ടാകും. UAEയിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് 642 പള്ളികളും ഈദ്ഗാഹുകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ വെടിക്കെട്ട് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്.
ബംഗളൂരു നഗരത്തിലെ റമദാൻ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിവിധ ദേശക്കാർ ഒത്തുചേർന്നുള്ള വൈവിധ്യമാർന്ന ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പ്, നഗരത്തിലെങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്കുള്ള ഒരുക്കം. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ബംഗളൂരുവിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. മെട്രോ നഗരത്തിലെ എല്ലാ ആഘോഷങ്ങൾക്കും ഇങ്ങനെ തെരുവുകൾ വർണ്ണാഭമാകും. ചെറിയ പെരുന്നാളിനും പതിവ് തെറ്റിയില്ല. Always enjoy the festival over here. There's a lot of excitement, and I think there are a lot of discounts, so that's what encourages people to actually come in this market. But what I realized that it's too hot. Bangalore is turning into a different environment now, I mean, right? So it's like a Delhi. It's not. It's no more what do you call that? A cool place. It is very good and very peaceful celebration in our Bangalore. Past from 29 years. Since from my birth, it is peacefully. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ശിവാജി നഗർ എന്നിവിടങ്ങളിലെ കാഴ്ചകളാണിത്. പെരുന്നാൾ പൊടിപൊടിക്കാൻ ഒത്തുചേർന്നത് ആയിരങ്ങൾ. അതെ, വളരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കുറച്ചും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ശിവജി നഗറിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ്. വളരെ കംഫർട്ടബിൾ, നമുക്കാണെങ്കിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. ബാംഗ്ലൂരിൻ്റെ റംസാൻ പോയിട്ട് നന്നായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്ന് ട്രിപ്പിനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാം കണ്ടപ്പം കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പെരുന്നാളിൻ്റെ ഭാഗമായി കൊണ്ട് കുറേ കളക്ഷൻസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ മേടിക്കാനും എല്ലാത്തിനും എല്ലാവരും നല്ല ഹാപ്പി. ബംഗളൂരുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ അതൊന്നും പെരുന്നാൾ ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചിട്ടില്ല. നഗരത്തിലാകെ ആഘോഷങ്ങൾ കളർഫുള്ളാണ്. ബംഗളൂരുവിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. വാർത്തകളിലേക്ക് വീണ്ടും. പാനൂർ സ്ഫോടനത്തിൽ CPIM-നെ പ്രതിരോധത്തിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. ഒരാളുടെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. സായൂജ്, അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പരാമർശം. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള ബോംബ് നിർമ്മാണം എന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം അത് CPIM-നെ പ്രതിരോധത്തിലാക്കും, വിമർശനം കടുപ്പിക്കും പ്രതിപക്ഷം. എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന് വിശദാംശങ്ങൾ സജോ? റിജിത്ത്, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സായൂജിന്റെ അടക്കമുള്ള അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന പരാമർശമുള്ളത്. അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആണ് ഈ ബോംബുകൾ നിർമ്മിച്ചത്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്തുക, അത്തരം ഉദ്ദേശമാണ് അതിലുണ്ടായിരുന്നത് എന്നുകൂടി പറയുകയാണ്. ഡിവൈഎഫ്ഐ ഭാരവാഹികൾ, പ്രത്യേകിച്ച് സായൂജ്, അമൽ ബാബു എന്നിവരടക്കം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ കൂടിയാണ്. അതും ഈ അവരുടെ രാഷ്ട്രീയ ബന്ധം, ഡിവൈഎഫ്ഐ ബന്ധം റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവരടക്കം 12 പ്രതികളും CPIM പ്രവർത്തകരാണെന്ന് അർത്ഥം വരുന്ന പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് മാത്രമല്ല, ഈ അമൽ ബാബുവിനെയാണ് നേരത്തെയും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കൂടിയാണ്, യൂണിറ്റ് സെക്രട്ടറിയാണ് അമൽ ബാബു. ഒപ്പം CPIM-ന്റെ മേഖലയിലെ റെഡ് വാളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അമൽ ബാബു. ഈ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് ചെന്നയാളാണ് എന്ന ന്യായീകരണം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് ചെന്ന പ്രാദേശിക നേതാവിനെയും കേസിൽ പ്രതിയാക്കി എന്ന വാദം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. ഇതിൽ പക്ഷേ അമൽ ബാബുവിനെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ഫോടനം നടന്നയുടൻ ഈ അമൽ ബാബു സ്ഥലത്തെത്തുകയും അവിടെ നിർമ്മിച്ചു വെച്ചിരുന്ന ബോംബുകൾ, അതായത് അതിനകം കുറേയധികം ബോംബുകൾ നിർമ്മിച്ചിരുന്നു, 7ഓളം ബോംബുകൾ നിർമ്മിച്ചിരുന്നു. ആ ബോംബ് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചത് അമൽ ബാബുവാണ് എന്ന് മാത്രമല്ല, ഈ സംഭവ സ്ഥലത്തെ സ്ഫോടനം നടന്ന ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ
നടത്തി. അവിടെ കഴുകി വൃത്തിയാക്കുന്നതിനും മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കുവാനും എല്ലാം ശ്രമിച്ചു അമൽ ബാബു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ, അതായത് CPM-ന്റെ വാദങ്ങളെ പൂർണ്ണമായും പ്രാദേശിക തർക്കമാണ് എന്നൊരു വാദമായിരുന്നു CPM ഉന്നയിച്ചത്. പ്രാദേശികമായി ഉണ്ടായ തർക്കമാണ്, അതല്ലാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളില്ല എന്ന് വാദിക്കാനാണ് CPM ശ്രമിച്ചത്. പക്ഷേ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ സമർപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സ്വാഭാവികമായും അത് CPM-നെ രാഷ്ട്രീയമായി, തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം റിമാൻഡ് റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി CPM-നുമേൽ പ്രതിരോധം കടുപ്പിക്കും, CPM-നുമേൽ ആക്രമണം കടുപ്പിക്കും പ്രതിപക്ഷം എന്നുള്ള കാര്യവും വ്യക്തമാണ്. സജോ ദേവസ്യ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ഇന്ന് രാവിലെ 10:30 വെല്ലൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മോദി പങ്കെടുക്കും. വെല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി AC ഷൺമുഖം, ധർമ്മപുരി മണ്ഡലം സ്ഥാനാർത്ഥി സൗമ്യ അൻപുമണി എന്നിവർക്കായി പ്രധാനമന്ത്രി വോട്ട് തേടും. ഉച്ചയ്ക്ക് 1:45 മേട്ടുപ്പാളയത്ത് നടക്കുന്ന റാലിയിലും പൊതുസമ്മേളനത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. കോയമ്പത്തൂർ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K അണ്ണാമലൈ, കേന്ദ്രമന്ത്രിയും നീലഗിരി മണ്ഡലം സ്ഥാനാർത്ഥിയുമായ L മുരുകൻ, പൊള്ളാച്ചി സ്ഥാനാർത്ഥി K വസന്തരാജൻ എന്നിവർ പങ്കെടുക്കും. മാവേലിക്കരയിൽ LDF അട്ടിമറി പ്രവചിച്ച് 24 പ്രീ പോൾ സർവേ. എറണാകുളം, മലപ്പുറം, കണ്ണൂർ മണ്ഡലങ്ങൾ UDF നിലനിർത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. ഏറ്റവും കൂടുതൽ സാമ്പിൾ പരിശോധനയുടെ പിൻബലത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ സംബന്ധിച്ച് 24 പ്രവചനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന, അപ്രവചനീയമെന്ന് തന്നെ പറയാവുന്ന, വൻപൻ വീഴ്ചകൾ സാധ്യമായേക്കാവുന്ന മലബാർ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കാണ് ഇന്നും താരമണ്ഡലങ്ങൾ, സൂപ്പർ മണ്ഡലങ്ങൾ, ഡിസൈസീവ് ബിഗ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ. വെൽക്കം അഗൈൻ പ്രേക്ഷകരെ, 24 മെഗാ പ്രീ പോൾ സർവേ. അസംബ്ലിയിൽ ഇടത് ആധിപത്യമാണെങ്കിലും പാർലമെന്റിൽ UDF-ന്റെ കൊടിക്കുന്നിൽ സുരേഷ് കൊടികുത്തി വാഴുന്ന മണ്ഡലമാണ് മാവേലിക്കര. എന്നാൽ ഇത്തവണ മത്സരം കടുക്കും. LDF കളത്തിലിറക്കിയ യുവനേതാവ് CA അരുൺകുമാറിന് അനുകൂലമാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 43.2% പേരുടെ പിന്തുണ അരുൺകുമാറിന് ലഭിച്ചു. കൊടിക്കുന്നിലിന് 40.1%-ന്റെയും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് 15.1%-ന്റെയും പിന്തുണയാണുള്ളത്. മലപ്പുറത്ത് ഇത്തവണയും അട്ടിമറി സാധ്യതയില്ലെന്നാണ് പ്രവചനം. UDF-ന്റെ ET മുഹമ്മദ് ബഷീറിന് അനുകൂലമായാണ് 51.8% പേർ സർവേയിൽ അഭിപ്രായം പങ്കുവച്ചത്. LDF സ്ഥാനാർത്ഥി V വസീഫിനെ 35.8% അനുകൂലിച്ചപ്പോൾ NDAയുടെ അബ്ദുൾ സലാമിനു വേണ്ടി കൈയുയർത്തിയത് 6.8% മാത്രം. UDF-ന്റെ കോട്ടകളിലൊന്നായ എറണാകുളത്തും മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. സർവേയിൽ പങ്കെടുത്തവരിൽ 46.2% ഹൈബി ഈഡനെയും 37.8% LDF സ്ഥാനാർത്ഥി KJ ഷൈനിനെയും 12.9% NDAയുടെ KS രാധാകൃഷ്ണനെയും പിന്തുണച്ചു. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. UDF സ്ഥാനാർത്ഥി K സുധാകരനെ 45.5 പേർ അനുകൂലിച്ചപ്പോൾ 43.8% പേരാണ് LDF-ന്റെ MV ജയരാജന് സാധ്യത പ്രവചിച്ചത്. NDAയുടെ C രഘുനാഥിനെ അനുകൂലിച്ചത് 9.4% പേർ. 12 മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ 8 മണ്ഡലങ്ങളിൽ UDF-നും 4 മണ്ഡലങ്ങളിൽ LDF-നുമാണ് മുൻതൂക്കം. ഇലക്ഷൻ ഡെസ്ക് 24. 24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലാണ്. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് സമീപം വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് തത്സമയ പരിപാടി നടക്കുക. ചർച്ചയിൽ LDF-ന് വേണ്ടി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂരും UDF-ന് വേണ്ടി കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം പ്രിൻസ് ലൂക്കോസും NDAയ്ക്ക് വേണ്ടി BJP സംസ്ഥാന സമിതി അംഗം NK ശശികുമാറുമാണ് പങ്കെടുക്കുക. വേണു ബാലകൃഷ്ണനായിരിക്കും ഈ സംവാദ പരിപാടിയുടെ അവതാരകൻ. പൊതുജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. ആ മണ്ഡലത്തിലെ, ആ പ്രദേശത്തിലെ എല്ലാവരും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന തത്സമയ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ പരിപാടിയെ കാണുക. പ്രഭാത വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.